പ്രൈസ് ദ ലോർഡ്. ആശ്വാസനാദം എന്ന ആത്മിക ശുശ്രൂഷയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്വാഗതത്തെയും ഒപ്പം വന്ദനത്തെയും അറിയിക്കുന്നു. ദൈവം നിങ്ങളേവരെ ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. മഹത്വം എന്ന വിഷയത്തെ അധികരിച്ചാണ് നമ്മൾ തിരുവചനത്തിൽ നിന്ന് ചിന്തിച്ച് വരുന്നത്. അതിൻ്റെ മൂന്നാം ഭാഗത്തേക്ക് ഒരിക്കൽ കൂടെ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുകയാണ്. നമ്മളതിന് ആധാരമായിട്ട് വായിച്ച പ്രധാന ചിന്താ വേദഭാഗം ഏത് എന്ന് ചോദിച്ചാൽ 97-ാം സങ്കീർത്തനത്തിൻ്റെ 6-ാമത്തെ വാക്യമാണ്. ആകാശം അവിടുത്തെ നീതിയെ പ്രസിദ്ധമാക്കുന്നു, സകല ജാതികളും അവിടുത്തെ മഹത്വത്തെ കാണുന്നു. അപ്പം മഹത്വം എന്നതിനെ അധികരിച്ചുകൊണ്ട് മഹത്വത്തിലേക്കുള്ള ആദ്യ പടി നാം രക്ഷിക്കപ്പെടണം, ആത്മരക്ഷ പ്രാപിക്കണം എന്നുള്ളതെന്ന് നമ്മൾ കഴിഞ്ഞ ആദ്യത്തെ എപ്പിസോഡിൽ ചിന്തിച്ചു കഴിഞ്ഞു. രണ്ടാം ഭാഗത്ത് നമ്മൾ ചിന്തിച്ചത് ഈ ലോകത്തിന് മഹത്വമുണ്ടോ? പ്രൈസ് ഗോഡ്. അത് എന്താണ്? അത് ആർ വേണ്ടെന്ന് വെച്ചു? എന്തിനു വേണ്ടെന്ന് വെച്ചു? സ്തോത്രം. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത് എന്നിത്യാദി കാര്യങ്ങളെ നമ്മളവിടെ ചിന്തിച്ചു കഴിഞ്ഞു. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് ആർക്കാണ് മഹത്വം നൽകേണ്ടത് ചോദ്യം. ആ ചോദ്യത്തിൻ്റെ ഉത്തരത്തിലെ ചില ഭാഗങ്ങളാണ് ഇന്നത്തെ നമ്മുടെ ഈ മൂന്നാമത്തെ എപ്പിസോഡിൽ ഞാൻ നിങ്ങളുടെ മുൻപിൽ അവതരിപ്പിക്കുവാനായിട്ട് താല്പര്യപ്പെടുന്നത്. വളരെ പ്രാർത്ഥനയോടുകൂടെ നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ ആയിരിക്കാമല്ലോ. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ഇന്നത്തെ ഈ ചിന്തയിലേക്ക് നിങ്ങൾ കടക്കുമ്പോൾ, നമ്മൾ ഒരുമിച്ച് കടക്കുമ്പോൾ ചോദ്യം ഒന്നും കൂടെ ഞാൻ പറയാം. മഹത്വം ആർക്കാണ് നൽകേണ്ടത്? എന്താണ് ചോദ്യം? മഹത്വം ആർക്കാണ് നൽകേണ്ടത്? മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം, അതിൽ നമ്മൾ സാധാരണ പറയുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. അതിന് കർത്തൃ പ്രാർത്ഥന എന്ന് നമ്മൾ പറയാറ്. അത് കർത്തൃ പ്രാർത്ഥനയല്ല എന്നുള്ളത് നമ്മൾ പ്രത്യേകം ചിന്തിച്ചു കൊള്ളണം. കാരണം ശിഷ്യന്മാർ കർത്താവിൻ്റെ അടുക്ക് വന്നിട്ട് ഇങ്ങനെ ചോദിച്ചു, ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ. സ്തോത്രം. ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ എന്ന് ചോദിച്ചപ്പോൾ കർത്താവ് അവർക്ക് കൊടുത്ത മറുപടിയാണ് ഇവിടെ നമ്മൾ കാണുന്നത്. കർത്താവ് നിങ്ങൾ ഈ വണ്ണം പ്രാർത്ഥിപ്പിൻ. ദൈവത്തിന് സ്തോത്രം. ആഫ്റ്റർ ദിസ് മാനർ ദെർഫോർ പ്രേ യീ എന്നാണ് അവിടെ പറയുന്നത്. പ്രൈസ് ഗോഡ്. നിങ്ങൾ ഈ വണ്ണം പ്രാർത്ഥിപ്പിൻ. സ്തോത്രം. ഈ വണ്ണം ഇതുപോലെ. അപ്പോൾ ഇതൊരു മാതൃകയാണ്. ഇനി ഇത് കർത്തൃ പ്രാർത്ഥനയല്ല എന്ന് പറയാൻ പ്രത്യേക കാരണമുണ്ട്. എന്താണെന്നറിയാമോ? കർത്താവ് ലോകത്തിലേക്ക് വന്നപ്പോൾ അത് എൻസാർഖിയിലാണ് വന്നത്, ഇൻകാർണിസിലാണ് വന്നത്. അവിടെ എനിക്കായി ഒരു ശരീരം ഒരുക്കിയിരിക്കുന്നുവല്ലോ, അത് പാപരഹിത ശരീരമാണ്. ഇനി നിങ്ങൾ കർത്താവിൻ്റെ മറ്റ് പ്രസ്താവനകൾ ചിന്തിച്ചാൽ അവിടെ കർത്താവ് പറയുന്നുണ്ട്, നിങ്ങളിൽ ആർ എന്നെ പാപത്തെക്കുറിച്ച് ബോധ്യം വരുത്തും. കണ്ടോ? അപ്പോൾ കർത്താവിൽ പാപമില്ല. 3 പ്രസ്താവനകൾ നിങ്ങളുടെ മുൻപിൽ കൊണ്ടുവരാം. 1, അവനിൽ അഥവാ കർത്താവിൽ പാപമില്ല. 2, അവിടുന്ന് പാപം ചെയ്തിട്ടില്ല. 3, അവിടുന്ന് പാപം അറിഞ്ഞിട്ടില്ല. അപ്പോൾ കർത്താവിൽ പാപമില്ല എന്ന് നമുക്ക് കൃത്യമായിട്ടറിയാം. അതുകൊണ്ടാണല്ലോ നേരത്തെ പറഞ്ഞത്, മറക്കരുത്, നിങ്ങളിൽ ആർ എന്നെ പാപത്തെക്കുറിച്ച് ബോധ്യം വരുത്തും. ഇവിടെ കർത്താവ് ഈ പ്രാർത്ഥന അവർക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ അതിനകത്ത് നിന്ന് പറയുന്ന ചില കാര്യങ്ങൾ അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോടും ക്ഷമിക്കണമേ എന്ന് പറഞ്ഞാൽ ഞാൻ ആർക്കെങ്കിലും എന്തെങ്കിലും ദ്രോഹം ചെയ്തിട്ടുണ്ടെങ്കിൽ സ്തോത്രം, അത് കർത്താവിനോട് ക്ഷമിക്കണം. പക്ഷേ എന്നോട് മറ്റുള്ളവർ ചെയ്ത കടങ്ങൾ പാപങ്ങൾ ഞാൻ അവരോട് ക്ഷമിക്കുന്നു. കണ്ടോ? മറ്റുള്ളവർ എനിക്കെതിരെ ചെയ്തത് ഞാൻ ക്ഷമിക്കുന്നു. അതുകൊണ്ട് ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണമെന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. കർത്താവിന് അങ്ങനെ പറയേണ്ട കാര്യമുണ്ടോ? സ്തോത്രം. കർത്താവ് ആർക്കെങ്കിലും ഒരു ദ്രോഹം ചെയ്തത് നിങ്ങളിൽ ആർക്കെങ്കിലും പറയാൻ കഴിയുമോ?
സ്തോത്രം. ഇല്ല. അങ്ങനെയാണെങ്കിൽ പ്രിയമുള്ളവരെ, ഇത് വാസ്തവത്തിൽ കർത്തൃ പ്രാർത്ഥന അല്ല. പ്രൈസ് ഗോഡ്. പിന്നെ കർത്താവ് അവരോട് എങ്ങനെ പ്രാർത്ഥിക്കണം എന്നതിന് മാതൃകയായി പറഞ്ഞു കൊടുത്തത് ഇത്. ഇനിയും നമ്മൾ പറയുന്നത് യോഹന്നാൻ്റെ സുവിശേഷം 17-ാം അധ്യായമൊക്കെ മഹാപൗരോഹിത്യ പ്രാർത്ഥനയാണെന്നാണ് പറയുന്നത്. അന്ന് വാസ്തവത്തിൽ കർത്താവ് മഹാപുരോഹിതനായിട്ടുണ്ടോ എന്നൊരു ചോദ്യം നിങ്ങൾ ആ ഭാഗത്തോട് ചോദിക്കണം. നമ്മുടെ ആളുകൾ നമുക്ക് പറഞ്ഞു തരുന്ന അങ്ങനെ തന്നെ നമ്മൾ ഫോളോ ചെയ്യുന്നു അല്ലേ? പക്ഷെ വാസ്തവത്തിൽ അത് മധ്യസ്ഥ പ്രാർത്ഥനയാണ്. അത് കർത്താവിൻ്റെ പ്രാർത്ഥനയാണത്. ശരിക്കും പറഞ്ഞാൽ മധ്യസ്ഥ പ്രാർത്ഥന കർത്താവിൻ്റെ പ്രാർത്ഥനയാണത്. കർത്താവ് മധ്യസ്ഥനാകുന്നത് റോമാലേഖനം പഠിക്കുമ്പോഴും അതുപോലെ തന്നെ തിമോഥെയോസിന്റെ ലേഖനം പഠിക്കുമ്പോഴുമാണ്. ക്രിസ്തുയേശു മരിച്ചവൻ മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവൻ തന്നെ നമുക്ക് വേണ്ടി പിതാവിൻ്റെ വലതുഭാഗത്ത് പക്ഷപാതം ചെയ്യുന്നു എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അപ്പോഴാണ് കർത്താവ് മരിച്ചു ഉയർത്തെഴുന്നേറ്റ് പോയത്. അന്നേരം കർത്താവ് മധ്യസ്ഥനായത്. വാസ്തവത്തിൽ അപ്പോഴാണ് കർത്താവ് ഏക മധ്യസ്ഥനാകുന്നത്. തിമോഥെയോസിന്റെ ലേഖനം വായിക്കുമ്പോൾ അവിടെ എഴുതിയിട്ടുണ്ട്, ദൈവം ഒരുവനല്ലോ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥൻ, മെസീറ്റസ്, മീഡിയേറ്റർ ഒരുവൻ, നമുക്കെവർക്കും വേണ്ടി മോചനമൂല്യമായി തന്നെത്താൻ കൊടുത്ത മനുഷ്യനായ ക്രിസ്തുയേശു തന്നെ. മോചനദ്രവ്യം എന്ന POC നിങ്ങൾ വായിച്ചാൽ കാണാൻ പറ്റുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഇത് കർത്താവ് അവർക്ക് കാണിച്ചു കൊടുത്ത ഒരു പ്രാർത്ഥനയാണ്. സ്തോത്രം. കർത്താവ് എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് അവർക്ക് പറഞ്ഞു കൊടുത്തൊരു പ്രാർത്ഥനയാണത്. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം കർത്താവിൻ്റെ പ്രാർത്ഥനയാണ്. സ്തോത്രം. മഹാപുരോഹിതനാകുന്നത് റോമലേഖനം വായിക്കുമ്പോഴും തിമോഥെയോസിന്റെ ലേഖനം വായിക്കുമ്പോഴുമാണ്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ പ്രിയമുള്ളവരെ, വാസ്തവത്തിൽ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ, ഈ പ്രാർത്ഥന നാം പരിശോധിക്കുമ്പോൾ കർത്താവ് മഹത്വം ആർക്കാണ് കൊടുക്കേണ്ടത് എന്ന് കൃത്യമായി അവിടെ പഠിപ്പിക്കുന്നുണ്ട്. ആർക്കാണ് മഹത്വം കൊടുക്കേണ്ടത്? സ്തോത്രം. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം അതിൻ്റെ 13-ാമത്തെ വാക്യം വായിക്കുമ്പോഴേ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു, ഞങ്ങളെ പരീക്ഷയിൽ കടത്താതെ ദുഷ്ടങ്കൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ. ഞങ്ങളെ പരീക്ഷയിൽ കടത്താതെ ദുഷ്ടങ്കൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ. അടുത്തത്, രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതല്ലോ. ആർക്കാ? പിതാവിന്. കർത്താവ് ഭൂമി വന്നപ്പോൾ, ശ്രദ്ധിക്കണേ, ഭൂമിയിൽ വന്നപ്പോൾ കർത്താവ് പറയുന്നൊരു കാര്യമാണ്. ഭൂമിയിൽ വന്നപ്പോഴത്തെ കാര്യമാണ്. അപ്പോൾ കർത്താവിനെ കുറിച്ച് അങ്ങനെ ഈ ഭാഗം നമ്മൾ ചിന്തിക്കുമ്പോൾ വേറെ കുറേ ഭാഗങ്ങൾ നമ്മൾ ചിന്തിക്കണം. ഒന്ന്, പൂർവ്വനിത്യത. പൂർവ്വനിത്യതയിൽ ക്രിസ്തു ആര്? 2, ചരിത്രം. ചരിത്രത്തിൽ ക്രിസ്തു ആര്? 3, വരാനിരിക്കുന്ന നിത്യത. ആ നിത്യതയിൽ ക്രിസ്തു ആര്? സ്തോത്രം. പിന്നെ ഈ ചരിത്രത്തിൽ ഡേയ്സ് ഓഫ് ഫ്ലഷ് എന്ന് പറയും. അവിടെ കർത്താവ് എങ്ങനെ? ഒന്നുകൂടെ പറഞ്ഞാൽ, കൃത്യമായി പറയണമെങ്കിൽ, പൂർവ്വനിത്യത. 2, ഇപ്പോഴത്തെ നിത്യത. 3, വരുവാനിരിക്കുന്ന നിത്യത. അപ്പോൾ ഇപ്പോഴത്തെ ഈ നിത്യതയിൽ, ഇവിടെ ഈ ചരിത്രത്തിൽ കർത്താവ് എങ്ങനെ വെളിപ്പെട്ടു എന്നൊരു വിഷയം കൂടെ നമ്മൾ ചിന്തിക്കണം. സ്തോത്രം. അതുകൊണ്ടാണ് ഞാനിവിടെ പറയുന്നത്. ശ്രദ്ധിക്കുക, കർത്താവായ യേശു ക്രിസ്തു ലോകത്തിൽ വന്നപ്പോൾ ആരെ അഡ്രസ്സ് ചെയ്ത് പ്രാർത്ഥിക്കണം, ആരോട് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ തന്നെ കർത്താവ് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഇന്നുവരെ എൻ്റെ നാമത്തിൽ അപേക്ഷിച്ചിട്ടില്ല, അപേക്ഷിപ്പിൻ, എന്നാൽ ഞാൻ നിങ്ങൾക്ക് ചെയ്തു വരുമെന്ന് എഴുതിയിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ കർത്താവ് പ്രാർത്ഥന കേൾപ്പാൻ കഴിവുള്ള ദൈവമാണ്. പ്രൈസ് ഗോഡ്. എന്നാൽ കർത്താവ് ഭൂമി വന്നപ്പോൾ വീണ്ടും പറയുന്നു, അപ്പോൾ തന്നെ പറയുന്നു, നിങ്ങൾ പിതാവിനോട്. കണ്ടോ? സ്തോത്രം. മഹത്വം അവിടെ ആർക്ക് കൊടുക്കാനാണ് കർത്താവ് പറയുന്നത്? പിതാവിന് കൊടുക്കാനാണ് പറയുന്നത്. സ്തോത്രം. കാരണം എന്താണ്? രാജ്യത്തിനും ശക്തിക്കും മഹത്വത്തിനും യോഗ്യൻ ആര് എന്ന് ചോദിച്ചാൽ അത് നമ്മുടെ കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തു തന്നെയാണ്. പിതാവായ ദൈവവുമാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ മഹത്വം ആർക്ക് കൊടുക്കണം? പിതാവിന് കൊടുക്കണം. വെളിപ്പാട് പുസ്തകമൊക്കെ നമ്മൾ വായിച്ചാൽ അതിൻ്റെ 5-ാമത്തെ അധ്യായത്തിൻ്റെ 12 മുതലുള്ള വേദഭാഗം വായിച്ചാൽ, അവർ അത്യുച്ചത്തിൽ അറുക്കപ്പെട്ട കുഞ്ഞാട്, ശക്തി, ധനം, ജ്ഞാനം, ബലം, ബഹുമാനം, മഹത്വം, സ്തോത്രവും ലഭിപ്പാൻ യോഗ്യൻ എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഒന്നുകൂടെ പറഞ്ഞാൽ,
അറുക്കപ്പെട്ട കുഞ്ഞാട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. യേശു ക്രിസ്തുവിന് ആ മഹത്വം കൊടുക്കണം. പ്രൈസ് ദി ലോർഡ്. ഇവിടെ കർത്താവ് ലോകത്തിൽ വന്നപ്പോൾ പറഞ്ഞ കാര്യമാണ് പിതാവിന് കൊടുക്കാൻ. കാരണം താൻ സകലവും കീഴാക്കി കൊടുത്തവരെ കീഴ്പ്പെട്ടിരിക്കുന്ന ഒരു സമയം വരുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. തന്നെ ലോകത്തിലേക്ക് അയച്ചത് പിതാവാണ്. പ്രൈസ് ഗോഡ്. അപ്പം അതുകൊണ്ട് കർത്താവ് അവിടെ പറഞ്ഞു, രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങേക്കുള്ളതല്ലോ. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ഇവിടെ വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ വരുമ്പോൾ 5-ാം അധ്യായത്തിലെ വാക്യം വീണ്ടും ഞാൻ വായിക്കുന്നു. 12-ാം അധ്യായം. അവർ അത്യുച്ചത്തിൽ അറുക്കപ്പെട്ട കുഞ്ഞാട് ശക്തി, ധനം, ജ്ഞാനം, ബലം, ബഹുമാനം, മഹത്വം, സ്തോത്രവും ലഭിപ്പാൻ യോഗ്യൻ എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ നോക്കിക്കേ, നമ്മുടെ കർത്താവ് മഹത്വത്തിന് യോഗ്യനാണോ? അതെ, സ്തോത്രം. അപ്പോൾ മഹത്വം ദൈവത്തിന് കൊടുക്കണമെന്ന് പറയുന്ന ഭാഗത്ത് തന്നെ ദൈവമാര്? പിതാവ് ദൈവമാണ്, പുത്രൻ ദൈവമാണ്, പരിശുദ്ധാത്മാവ് ദൈവമാണ്. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് ദൈവമാണ് എന്ന് നമുക്ക് നല്ലതുപോലെ അറിയാമല്ലോ. ദൈവത്തിന് സ്തോത്രം. ഇനിയും വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായം അതിന് 1-ാം വാക്യം വായിക്കുമ്പോൾ, അനന്തരം ഞാൻ സ്വർഗത്തിൽ വലിയൊരു പുരുഷാരത്തിൻ്റെ മഹാഘോഷം പോലെ കേട്ടത്, ഹല്ലേലൂയ, രക്ഷയും മഹത്വവും ശക്തിയും നമ്മുടെ ദൈവത്തിലുള്ളത്. രക്ഷയും മഹത്വവും ശക്തിയും നമ്മുടെ ദൈവത്തിലുള്ളത് എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. എന്നാൽ ഇംഗ്ലീഷ് എഴുതിയിരിക്കുന്ന, അനന്തരം ഞാൻ സ്വർഗത്തിൽ വലിയൊരു പുരുഷാരത്തിൻ്റെ മഹാഘോഷം പോലെ കേട്ടത്, ഹല്ലേലൂയ, രക്ഷയും മഹത്വവും ശക്തിയും നമ്മുടെ ദൈവത്തിനുള്ളത്. അവിടെ ഇംഗ്ലീഷ് ആണെങ്കിൽ, ആൻഡ് ആഫ്റ്റർ ദീസ് തിങ്സ് ഐ ഹേർഡ് എ ഗ്രേറ്റ് വോയിസ് ഓഫ് മച്ച് പീപ്പിൾ ഇൻ ഹെവൻ സെയിങ് ഹല്ലേലൂയ, സാൽവേഷൻ ആൻഡ് ഗ്ലോറി ആൻഡ് ഹോണർ ആൻഡ് പവർ അൺടു ദ ലോർഡ് അവർ ഗാഡ്. ഇവിടെ മലയാളത്തിൽ 3 കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. ഇംഗ്ലീഷിൽ 4 കാര്യം പറഞ്ഞിട്ടുണ്ട്. രക്ഷ, മഹത്വം, ബഹുമാനം, പവർ അഥവാ ശക്തി. മലയാളത്തിലാണെങ്കിൽ രക്ഷയും മഹത്വവും ശക്തി. ഹോണർ അവിടെ ഇല്ല, ഇവിടെ കൊടുത്തിരിക്കുന്നു. അപ്പോൾ നിങ്ങളൊരു കാര്യം ചിന്തിക്കുക, മഹത്വം ആർക്കാണ് കൊടുക്കേണ്ടത്? ദൈവത്തിന് കൊടുക്കണം, പിതാവിന് കൊടുക്കണം, പുത്രന് കൊടുക്കണം. ഇനി നമ്മുടെ കർത്താവ് എങ്ങനെയുള്ളവനായിരുന്നു? പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കർത്താവ് എങ്ങനെയുള്ളവൻ ആയിരുന്നു? സ്തോത്രം. ആ കാര്യം നമുക്കൊന്ന് ചിന്തിക്കാം. എങ്ങനെയുള്ളവനായിരുന്നു? നമ്മുടെ കർത്താവിനെ കുറിച്ച് പലർക്കും പല ധാരണകളാണ്. ചിലർ പറയുന്ന കർത്താവ് യേശുക്രിസ്തു ദൈവമല്ല, യേശുക്രിസ്തു ദൈവത്തിൻ്റെ പുത്രൻ മാത്രമാണ്, യേശുക്രിസ്തു മനുഷ്യനാണ്, യേശുക്രിസ്തു പ്രവാചകനാണ്, യേശുക്രിസ്തു ലോകത്തിൽ വന്നിട്ട് സ്നാനപ്പെടുന്ന സമയത്ത് തന്നെ വലിയൊരു ആത്മാവ് വന്നെന്നും മരണസമയത്ത് തന്നെ വിട്ടുപോയെന്നും ക്രിസ്തുവിൻ്റെ ആത്മാവ് തന്നെ മേൽ വന്നെന്നും മരണസമയത്ത് വിട്ടുപോയെന്നൊക്കെ പഠിപ്പിക്കുന്ന ഒത്തിരി ആളുകളുണ്ട്. ചിലർ ഇന്നും പ്രതിപാദിക്കുന്നു യേശു ക്രിസ്തു വെറും ഒരു പ്രവാചകൻ മാത്രമാണെന്ന്. പ്രൈസ് ദി ലോർഡ്. വാസ്തവത്തിൽ യേശു പ്രവാചകൻ മാത്രമാണോ? എന്താണ് ദൈവജനം പറയുന്നത്? അവിടേക്ക് മുഴുവൻ കടക്കേണ്ട സമയം നമ്മുടെ ഇല്ല. പക്ഷേ കർത്താവിൻ്റെ മഹത്വം എങ്ങനെയുള്ളതായിരുന്നു എന്നൊന്ന് ചിന്തിച്ചാൽ ദൈവത്തിന് സ്തോത്രം, നമുക്ക് കർത്താവ് ആരായിരുന്നു എന്ന് മനസ്സിലാക്കാൻ പറ്റും. യോഹന്നാൻ്റെ സുവിശേഷം, വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 17-ാമത്തെ അധികാരം 17-ാമത്തെ അധ്യായം അതിൻ്റെ 5-ാം വാക്യം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ, ഞാൻ ഈ പറയുന്ന ഭാഗം നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. 5-ാം വാക്യം ഒന്ന് ശ്രദ്ധിച്ചാൽ, ഇപ്പോൾ പിതാവേ, ലോകമുണ്ടാകും മുൻപേ കേട്ടോ, എനിക്ക് അവിടുത്തെ അടുക്കലുണ്ടായിരുന്ന മഹത്വത്തിൽ എന്നെ നിൻ്റെ അടുക്കൽ മഹത്വപ്പെടുത്തണമേ. ഈ ലോകമുണ്ടാകും മുമ്പേ. അപ്പോൾ എപ്പോഴാണ്? പ്രീ എറ്റേണിറ്റിയില്ല, ലോകം ഉണ്ടായിട്ടില്ല. ലോകം ഉണ്ടായതാണ് പ്രസൻറ്റ് ഇറ്റേണിറ്റി. ഇനി അടുത്തതാണ് പെൻഡിങ് ഇറ്റേണിറ്റി വരാനിരിക്കുന്നത്. അപ്പോൾ ഈ ലോകമുണ്ടാകും മുൻപേ എനിക്ക് നിൻ്റെ അടുക്കൽ എന്തോ ഉണ്ടായിരുന്നു? മഹത്വം ഉണ്ടായിരുന്നു. നമ്മുടെ മലയാള പരിഭാഷയിൽ പെട്ടെന്ന് നമ്മുടെ ഈ മലയാളത്തിലുള്ള പരിഭാഷ പരിശോധിക്കുമ്പോൾ നമുക്ക് ഇതങ്ങ് ശരിക്കും അങ്ങ് മനസ്സിലാകുന്നില്ല. നിങ്ങളുടെ കൈവശം POC ബൈബിൾ ഉണ്ടെങ്കിൽ, പാസ്റ്ററൽ ഓറിയൻറ്റേഷൻ സെൻറ്ററിൻ്റെ അഥവാ സാധാരണ കത്തോലിക്ക വിഭാഗങ്ങൾ ഉപയോഗിക്കുന്ന ബൈബിൾ ഉണ്ടെങ്കിൽ ഇച്ചിരം കൂടെ നന്നായിട്ട് അവിടെ കാണുന്നു. എനിക്ക് അവിടത്തോട് കൂടെ ഉണ്ടായിരുന്ന മഹത്വം എന്നാ. എനിക്ക് അവിടത്തോട്, ആരോട്? അവിടത്തോടെന്ന് പറയുമ്പോൾ കർത്താവിനെ കുറിച്ച് പറയുന്നത് എനിക്ക് അവിടത്തോട്, ആരോട്? പിതാവിനോട് കൂടെ ഉണ്ടായിരുന്ന മഹത്വം എന്നാ, കൂടെ ഉണ്ടായിരുന്ന മഹത്വം എന്നാ. അപ്പോൾ നോക്കിയേ, നമ്മുടെ മലയാളത്തിൽ എഴുതിയിരിക്കുന്നത് ഒപ്പമുണ്ടായിരുന്ന മഹത്വം.
ഇക്വാലിറ്റിയാണ്, ഒപ്പം ഉണ്ടായിരുന്ന മഹത്വം. എന്നാൽ POC ബൈബിളിനകത്ത് എഴുതിയിരിക്കുന്നത് എനിക്ക് അവിടത്തോട് കൂടെ ഉണ്ടായിരുന്ന മഹത്വം എന്നാണ്. എന്നാൽ ഒറിജിനൽ ടെക്സ്റ്റ് എന്താണ് പറയുന്നത് ശ്രദ്ധിച്ചാൽ, എനിക്ക് നിന്നോട് ഒപ്പമുണ്ടായിരുന്ന മഹത്വം എന്നാണ്. പ്രൈസ് ദി ലോർഡ്. കേട്ടോ, അപ്പോൾ നമ്മുടെ കർത്താവ് ഭൂമി വന്നപ്പോഴോ പ്രീ എറ്റേണിറ്റിയിൽ വരും മുൻപോ പിതാവിന് എന്ത് മഹത്വം ഉണ്ടോ അത്രയും മഹത്വം നമ്മുടെ കർത്താവിനുണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ആമേൻ, ആമേൻ. ആ കർത്താവിനെയാണ് നമ്മൾ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചിരിക്കുന്നത്. ആ ക്രിസ്തുവിൻ്റെ മനസ്സാണ് നമ്മുടെ അകത്ത് കിടക്കുന്നത്. ആ ക്രിസ്തുവിൻ്റെ മക്കളാണ് നമ്മൾ. ആ ക്രിസ്തുവെന്ന മഹത്വത്തിൻ്റെ പ്രതിഫലനമാണ് നമ്മുടെ അകത്ത് വെളിപ്പെടേണ്ടത്. പ്രൈസ് ദി ലോർഡ്. ഇനിയും കൂടെ നിങ്ങൾ ശ്രദ്ധിച്ച്, മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തുവാണ് നമ്മുടെ അകത്തിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് അപ്പോസ്തലനായ പൗലോസ് ചോദിച്ച്, ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർപിരിക്കുന്നത് ആർ? കഷ്ടതയോ പട്ടിണിയോ ഉപദ്രവമോ നഗ്നതയോ ആപത്തോ വാളോ ഇപ്പോഴുള്ളതോ വരുവാനുള്ളതോ യാതൊന്നിനും എന്നെ ക്രിസ്തുവേശുവിലുള്ള ദൈവസ്നേഹത്തിൽ നിന്ന് വേർപെടുത്താൻ കഴിയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. അപ്പോൾ നോക്കിക്കേ, പൂർവ്വനിത്യതയിൽ ലോകം ഉണ്ടാകുന്നതിനൊക്കെ മുമ്പ് മത്തായിയുടെ സുവിശേഷം വായിക്കുമ്പോൾ അതിനകത്ത് ലോകസ്ഥാപനം, ലോകാവസാനം എന്ന 2 പദങ്ങൾ കാണുന്നുണ്ട്. അപ്പോൾ ഈ ലോകസ്ഥാപനം, ലോകാവസാനം എന്ന് പറയുമ്പോൾ ഇത് ഉണ്ടാക്കപ്പെട്ടതാണ്, മാറിപ്പോകുന്നതാണ്. ഇതൊക്കെ ഉണ്ടാക്കുന്നതിന് മുൻപ് അന്ന് പൂർവ്വനിത്യതയിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന് പിതാവായ ദൈവത്തോട് ഒപ്പം മഹത്വം ഉണ്ടായിരുന്നു. അതുകൊണ്ടല്ലേ ഫിലിപ്പിയ ലേഖനത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, അവിടുന്ന് ദൈവരൂപത്തിലിരിക്കെ എന്ന് പറഞ്ഞാൽ ദൈവമായിരിക്കെ, ദൈവത്തിൻ്റെ രൂപം, ദൈവത്തിൻ്റെ മോർഫി, ആ രൂപത്തിലായിരിക്കെ ദൈവത്തോടുള്ള ഈക്വാലിറ്റി വേണ്ടെന്ന് വെച്ച് മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് വേഷത്തിൽ മനുഷ്യനായി തന്നെത്താൻ വിളങ്ങി ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി തീർന്നു. തന്നെത്താൻ ശൂന്യമാക്കി, തന്നെത്താൻ ഒഴിച്ചു. അവിടെയാണ് കെനു തിയറി, കനോസിസ് എന്നൊക്കെ നമുക്ക് പഠിക്കാനും വായിക്കാനും കഴിയുന്നത്. തന്നെത്താൻ ഒഴിച്ച് ശൂന്യമാക്കി താണ് ലോകത്തിലേക്ക് ഇറങ്ങി വരാൻ ഇത് രൂപത്തിൽ കർത്താവ് വന്നു. അപ്പൊ കർത്താവിന് പൂർവ്വനിത്യതയിൽ പിതാവിനോടൊപ്പമുള്ള മഹത്വം ഉണ്ടായിരുന്നു. തീർന്നില്ല. ഈ ഭൂമിയിൽ വന്നത് എങ്ങനെ? 17-ാം അധ്യായം തന്നെ യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം അതിൻ്റെ 24-ാമത്തെ വാക്യത്തിൽ, പിതാവേ, കണ്ടോ, ലോകസ്ഥാപനത്തിന് മുൻപേ പൂർവ്വനിത്യതയിൽ, പ്രീ എറ്റേണിറ്റിയിൽ എന്നെ സ്നേഹിച്ചിരിക്കൊണ്ട് എനിക്ക് നൽകിയ മഹത്വം നീ എനിക്ക് തന്നിട്ടുള്ളവർ കാണേണ്ടതിന് ഞാൻ ഇരിക്കുന്ന ഇടത്ത് അവരും എന്നോടുകൂടെ ഇരിക്കണമെന്ന് ഞാൻ ഇച്ഛിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയാണെങ്കിൽ ശ്രദ്ധിച്ച പ്രിയമുള്ളവരെ, കർത്താവ് ഈ ലോകത്തിലേക്ക് വന്നത്, സ്തോത്രം, പിതാവ് തനിക്ക് നൽകിയ മഹത്വത്തിലാണ്. കേട്ടോ, ആ മഹത്വമായിട്ട് ഇവിടെ വരാൻ പറ്റില്ല, കരിഞ്ഞു പോകും നമ്മൾ. മോശയോട് പറഞ്ഞില്ലേ, എന്നെ കണ്ട പോക്കാം മോനെ, അപ്പം നീ ഇവിടെ കയറി, ഞാൻ എൻ്റെ കൈ കൊണ്ടൊന്ന് മറയ്ക്കാം, എൻ്റെ ഒരു ഭാഗം നിനക്ക് കാണാം. പ്രൈസ് ദി ലോർഡ്. ആ ദൈവത്തെ അതുപോലെ കാണാൻ കഴിയാത്തത് കൊണ്ട് ആ ദൈവം മറ്റൊരു രൂപത്തിൽ, ജഡശരീരം എടുത്താണ് ലോകത്തിലേക്ക് ഇറങ്ങി. ആർക്ക് വേണ്ടി? എനിക്ക് വേണ്ടി, നിങ്ങൾക്ക് വേണ്ടി. ഇതുവരെ യേശുവിനെ നിങ്ങൾ കർത്താവ് രക്ഷിതാവായി സ്വീകരിച്ചിട്ടില്ലേ? ആ യേശുവിനെ കർത്താവ് രക്ഷിതാവായി സ്വീകരിച്ചിട്ടില്ലെങ്കിൽ കർത്താവിന് വേണ്ടി ഹൃദയം കൊടുക്കാനുള്ള ഏറ്റവും നല്ല സന്ദർഭമാണിത്. കർത്താവേ, ഞാനൊരു പാപിയാണ്, അങ്ങനെ പാപത്തിൻ്റെ പരിഹാരാർത്ഥം ലോകത്തിലേക്ക് വന്നെന്ന്, എനിക്ക് വേണ്ടി മരിച്ചെന്നും അടക്കപ്പെട്ടതും ഉയർത്തെഴുന്നേറ്റെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങയെ ഞാൻ എൻ്റെ കർത്താവ് രക്ഷിതാവായി സ്വീകരിക്കുന്നുവെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിച്ചിട്ട് വാക്കുകൊണ്ട് നീതിക്കായി ഏറ്റുപറഞ്ഞാൽ നിങ്ങൾ രക്ഷിക്കപ്പെടും. ആ യേശുവിന് വേണ്ടി ഹൃദയം കൊടുക്കാനുള്ള അനുഗ്രഹീത സന്ദർഭമാണിത്. ദൈവത്തിന് സ്തോത്രം. ഇനി നോക്കിക്കുക നിങ്ങൾ, മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 27-ാം വാക്യത്തിൽ, മനുഷ്യപുത്രൻ തൻ്റെ പിതാവിൻ്റെ മഹത്വത്തിൽ തൻ്റെ ദൂതന്മാരുമായി വരും. ബാക്കി വായിക്കുന്നില്ല. ദൈവത്തിന് സ്തോത്രം. ഇനി കർത്താവ് വരും എങ്ങനെ? മഹത്വത്തിൽ വരും. ആരുടെ മഹത്വത്തിൽ വരും? പിതാവിൻ്റെ മഹത്വത്തിൽ വരും. ആമേൻ. അതിന് മുൻപ് നമ്മുടെ കർത്താവിന് വേണ്ടി ഒരുങ്ങി കർത്താവിൻ്റെ വരവിങ്കിൽ
തയ്യാറയിലെടുക്കപ്പെടാൻ നമുക്കൊരുങ്ങാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. സ്വർഗപിതാവേ, തിരുകൃപയ്ക്ക് ദൈവത്തിന് സ്തോത്രം. കേട്ടതൊഴുകി പോകാതെ അധികം ശ്രദ്ധയോടെ കരുതി തിരുവചന മുൻഭാഗ വിശുദ്ധ ജീവിതം നയിപ്പാൻ ഇവരെ സഹായിക്കണം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഇവരെ അനുഗ്രഹിക്കുന്നു. അനുഗ്രഹ വിഷയമാകട്ടെ യേശു ക്രിസ്തുവിൻ നാമത്തിൽ സ്വർഗപിതാവേ, ആമേൻ. എൻ്റെ ഫോൺ നമ്പർ ഞാൻ പറയാം. നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങൾ ദയവായി അറിയിച്ചാലും 9037331798 9037331798. God bless you all. Thank you.